അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാൻ ഇന്നൊരു ഗൗൺ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഗൗൺ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു സാരിയുടെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് നമ്മുടെ ഒരു ലൈനിങ്, ക്രേപ്പ് ലൈനിങ് അല്ല കേട്ടോ. ഇത് ബോട്ടത്തിൻ്റെ മെറ്റീരിയലായിട്ട് വരില്ലേ, മസ്ലിൻ മെറ്റീരിയൽ എന്ന് പറയില്ലേ, ആ ഒരു മെറ്റീരിയലാണ്. 2 മീറ്ററാണ് കേട്ടോ ഈ മെറ്റീരിയൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബോഡി പാർട്ടിൽ ചെറിയൊരു ജോയിൻറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വരണുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അളവ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവാണ് കേട്ടോ ഇത്. അപ്പോൾ ലെങ്ത്ത് 50 ഇഞ്ചുണ്ട്, അതായത് ഇറക്കം 50 ഇഞ്ചുണ്ട്. അപ്പോൾ ബോഡി പാർട്ട് വന്നിട്ട് 12 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇറക്കത്തിൽ നിന്ന് ഈ 12 ഇഞ്ച് മൈനസ് ചെയ്യണം, എന്നാലാണ് സ്കേർട്ട് പാർട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് വരുന്നത് 50 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മുടെ ഈ 12 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 38 കിട്ടും. എന്നിട്ട് ഇതാണ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ 38ഉം പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും പിന്നെ നമ്മുടെ അരഭാഗത്ത് കട്ട് ചെയ്ത് കളയണ ആ ഒരു അതും കൂടെ ഞാൻ പറഞ്ഞുതരാട്ടെ എങ്ങനെ എടുക്കണമെന്ന്. അത് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ അതൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അളക്കേണ്ടതാണ് 38 ഇഞ്ചാണ് കേട്ടോ അളക്കേണ്ടത്. 38 ഇഞ്ച് അളന്നിട്ട് അതിൽ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കണം. പിന്നെ അരഭാഗം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വേസ്റ്റ് ഭാഗം കണ്ടോ, 23ആണ് വേസ്റ്റ് ഭാഗം വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ 26 കിട്ടും. അതിന് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 26നെ ആ ടേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു 4ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 26 13 6.25 13 6.5 നമുക്കിതാ കിട്ടണ്ട് കേട്ടോ. അപ്പോൾ ഈ 6 നമ്മളെവിടെ അടയാളപ്പെടുത്തുന്നത്, ത്രികോണാകൃതിയിൽ മടക്കിയിടൂലേ, അതിൻ്റെ മോൾ ഭാഗത്താണ് നമ്മൾ ഈ 6 + 1/2 അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. പക്ഷേ അത് നമ്മൾ അളക്കുമ്പോൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കൂട്ടണം, ആ 6യും കൂടെ കൂട്ടണം കേട്ടോ, തുണി അളന്നെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ 38 ആദ്യം നമുക്ക് അളന്നെടുക്കാം. 38ന് ശേഷം ഒരു 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കാം. അത് അടിവശം മടക്കിയടിക്കാനൊക്കെ ഉള്ള തയ്യൽ തുമ്പ്. ഇനി നമ്മുടെ 6.5 നമ്മളിവിടെ അളന്ന് വെച്ചിട്ടില്ലേ, 6.5 ഒരു 7 ഇഞ്ചോളം നമുക്ക് ഇതാ ഇങ്ങനെ അളന്നെടുക്കണ്ട് കേട്ടോ. 7 ഇഞ്ച് അളന്നെടുക്കണ്ട്. അപ്പോൾ ഇത് തെറ്റിപ്പോവരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അളന്നതെന്നൊക്കെ മനസ്സിലായല്ലോ. ആദ്യം 38, പിന്നെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ്, പിന്നെ അരവണ്ണത്തിൻ്റെ 4/1. അരവണ്ണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് 4/1 കേട്ടോ. അരവണ്ണം നമ്മൾ 3 ഇഞ്ച് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടൂലേ, അതായത് 23ആണ് അരവണ്ണം ഉള്ളത്, വേസ്റ്റ് ഭാഗം ഉള്ളത്. അതിനോട് 3 ഇഞ്ച് കൂട്ടുമ്പോൾ 26 ആവും. അതിൻ്റെ 4/1 കൂടെ നമ്മൾ കൂട്ടിയിട്ട് ഇതാ ഇങ്ങനെ അളന്നെടുക്കണം. എന്നിട്ട് അതിനെ 2ആയിട്ട് മടക്കിയെടുക്കണം കേട്ടോ. അത്രയും തന്നെ വീണ്ടും വേണം തുണി. അതായത് ഈ 38ഉം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാ നമ്മുടെ അളന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കണം 38, അതായത് ഫുൾ ലെങ്ത്തിൽ നിന്ന് ബോഡി പാർട്ട് മൈനസ് ചെയ്തിട്ടുള്ള 38. അത് കഴിഞ്ഞിട്ട് 2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് മടക്കിയടിക്കാനുള്ള. ഇനി അടുത്തത് ഒരു 7 ഇഞ്ച് ഞാൻ മടക്കിയത് എത്തിയിട്ടുണ്ട്. 7 ഇഞ്ച് കണ്ടോ, കറക്റ്റായിട്ട് പിടിച്ചിട്ട് അത്രയും തന്നെ നമ്മളിപ്പോൾ അളന്നത് തന്നെ വേണം. അത്രയും തന്നെ എടുത്താലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അങ്ങനെ എടുത്തതിന് ശേഷം അളന്നെടുത്തിട്ട് അതിനെ ക്രോസ് ആയിട്ട് മടക്കുക. അപ്പോൾ നമ്മൾ 2ആയിട്ട് മടക്കി പിടിച്ചേക്കണ ഭാഗം പിടിച്ചിട്ട് അത് ക്രോസ് ആയിട്ട് മടക്കിയിടുകയാണ് കേട്ടോ. കണ്ട, ത്രികോണാകൃതിയിൽ നമ്മൾ മടക്കിയിടുകയാണ്. മനസ്സിലായോ എങ്ങനെ മടക്കിയിട്ടെന്ന്? ആദ്യം നമ്മുടെ സ്കേർട്ട് പാർട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ബോഡി പാർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിയപ്പോൾ കാണിച്ചു തന്നില്ലായിരുന്നോ, ബോഡി പാർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും, തുണി കുറവാണെങ്കിലും പറ്റും. ഇതിപ്പോൾ മെറ്റീരിയൽ 2.5 മീറ്റർ ഉണ്ട്. പക്ഷേ ലൈനിങ് മെറ്റീരിയലാണ് എനിക്ക് കുറവായിട്ട് വന്നത്, 2 മീറ്ററേ ഉള്ളൂ കേട്ടോ. 2.5 മീറ്റർ മെറ്റീരിയൽ വേണം. ഈ 14 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ തയ്ക്കാനൊക്കെ 2.5 മീറ്ററെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം കേട്ടോ. 14 വയസ്സെന്ന് പറയുമ്പോൾ ഒരു 50 ഇഞ്ച് ലെങ്ത്തിലൊക്കെ തയ്ക്കാൻ 2.5 മീറ്റർ മെറ്റീരിയൽ വേണം. കൈയൊക്കെ നല്ല സ്ലീവൊക്കെ വെച്ച് തയ്ക്കാൻ പറ്റും. അപ്പോൾ അതാ നോക്കി, നമ്മളിവിടെ 7 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ അരവണ്ണം കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ കൂടെ അരവണ്ണം നമ്മുടെ 23ആണ് കിട്ടിയത്. അതിനെ നമ്മൾ 3 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. വര കാണാത്തതുകൊണ്ട് പേന വെച്ച് ഒന്ന് വരച്ച് കാണിക്കുകയാണ് കേട്ടോ. 3 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമുക്ക് 26 കിട്ടി. 26ൻ്റെ 4/1 എന്ന് പറയുന്നത് 6.5 നമ്മളിതാ മാർക്ക് ചെയ്തു. 6.5യുടെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ? കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ബുക്കിൽ എഴുതി വെച്ച് തന്നെ ചെയ്യണം. ഇത് അരഭാഗത്തേക്ക് പോകേണ്ട ഭാഗമാണ് കേട്ടോ. അതായത് നമ്മുടെ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യേണ്ട ഭാഗമാണ്.
ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് നീറ്റാക്കി ഇട്ടതിന് ശേഷം ലെങ്ത്ത് 38ൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 40 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. 38 എന്ന് പറയുന്നത് നേരത്തെ കണ്ടില്ലേ, ബോഡി പാർട്ട് മൈനസ് ചെയ്തിട്ടുള്ളതാണ് 38. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമുക്കിതാ ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ 1 ഇഞ്ചൊന്ന് കുറച്ച് കൊടുത്തു. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ആ തയ്യൽ ഇതിൻ്റെ അടിയിലേക്ക് പോയാൽ പിന്നെ ജോയിൻ്റ് ഇടേണ്ടി വരും. ഇതിപ്പോൾ എന്നാലും കൂടുതലായിരിക്കും. ക്രോസ് ആകുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ. അപ്പോൾ 40 എടുക്കേണ്ടതിന് പകരം ഞാൻ 39 കേട്ടോ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 40 എടുക്കണം എന്നാണ് കരുതിയത്, എന്നിട്ട് ലാസ്റ്റ് വെട്ടിക്കളയാന്നൊക്കെ കരുതി. പക്ഷേ ഞാനിപ്പോൾ ഇത് വരച്ചെടുത്തത് എനിക്കൊരു ഇത്തിരി തുണി കുറവായിട്ട് വരണ്ടെങ്കിൽ പിന്നെ അവിടെ ജോയിൻ്റ് ഇട്ട് കുറേ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അതായത് ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഈ ബാലൻസ് പീസിൽ നിന്ന് നമുക്ക് ബോഡി പാർട്ടൊക്കെ മുറിച്ചെടുക്കാം. അപ്പോൾ ബോഡി പാർട്ട് മുറിച്ചെടുക്കുമ്പോഴും നമ്മൾ ആദ്യം ലൈനിങ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ലൈനിങ് വെച്ചിട്ട് ബോഡി പാർട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്കേർട്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മെറ്റീരിയൽ ആണെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതാ നോക്കി നമ്മുടെ സ്കേർട്ട് പാർട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ്ങും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അളന്നില്ലേ, അതേപോലെ തന്നെ നമുക്ക് അളന്നിട്ട് ക്രോസായിട്ട് മടക്കിയിട്ടിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്യുക. പിന്നെ ലെങ്ത്ത് നമ്മുടെ 40 ഇഞ്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. ലൈനിങ്ങിന് ഒരു 1-2 ഇഞ്ച് കുറവായിട്ട് വേണം, അല്ലെങ്കിൽ അടി കൂടി ഇങ്ങനെ ഹാങ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ 2 മീറ്ററാണ് മെറ്റീരിയൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മടക്ക് ഭാഗം പിടിച്ചിട്ട് നമുക്കിതാ ഇങ്ങനെ 2ആക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ. അതിനിങ്ങനെ ക്രോസായിട്ട് കണ്ടോ, അത് 2ആക്കി മടക്കിയിട്ടേക്കാണ്. ക്രോസായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നല്ലൊരു കളറുമാണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ, ആകാശനീല എന്നൊക്കെ പറയില്ലേ, ആ കളറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. തയ്ച്ച് കഴിഞ്ഞിട്ട് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ 7 ഇഞ്ചല്ലേ മെറ്റീരിയൽ മുറിച്ചത്, അതേ 7 ഇഞ്ച് തന്നെ ഇതിൽ മാർക്ക് ചെയ്തിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇറക്കം അത്രയും കൊടുക്കരുത് കേട്ടോ. നമ്മുടെ മറ്റേ നല്ല പീസിൽ മുറിച്ചത്ര ഇറക്കം കൊടുക്കരുത്. ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ഇറക്കം കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് അല്ലെങ്കിൽ ഹാങ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്കാണ് പിന്നീട് നമുക്ക് കിടന്ന് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പീസ് മുറിച്ചതിനേക്കാളും 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറയണേക്കെ മനസ്സിലാവണുണ്ടോ? നിങ്ങളൊന്ന് എഴുതി വെക്കണം കേട്ടോ. ആ കാൽക്കുലേഷനൊക്കെ ഒന്ന് എഴുതി വെക്കണേ, എന്നാലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അളവെടുത്തിട്ട് ഞാനിപ്പോൾ അളവെടുത്തത് കാണിച്ചു തന്നില്ല, അതേപോലെയൊക്കെ ഒന്ന് അളവൊന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാ ഞാനിവിടെ ഇങ്ങനെ വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുത്തേക്കാം. കണ്ടോ, വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിൽ നിന്നുള്ള തുണി മാറ്റിയേക്കാം കേട്ടോ, അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ അതും കൂടെ അങ്ങോട്ട് വെട്ടിപ്പോകും. നമുക്ക് ബോഡി പാർട്ട് എടുക്കാനുള്ള തുണിയാണത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണോ കാണുന്നത്? ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ലൈനിങ് നമ്മൾ നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽ ബാലൻസ് വന്ന പീസ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മളിനി ബോഡി പാർട്ട് വെട്ടാനുള്ളത്. കുറച്ചേ ഉള്ളൂ കേട്ടോ മെറ്റീരിയൽ. ഞാൻ പറഞ്ഞില്ലേ 2.5 മീറ്റർ മെറ്റീരിയൽ വേണം ഇത്ര ഉള്ളൊരു ഉടുപ്പ് തയ്ക്കണമെങ്കിൽ. ഇതിപ്പോൾ കുറവായതുകൊണ്ട് നല്ല ജോയിൻ്റ് ഇട്ട് നമുക്ക് തയ്ക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമുക്ക് ബോഡി പാർട്ട് എടുക്കാനുള്ളത്. ഇപ്പോൾ കൈക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ തികയില്ലായിരുന്നു. ഞാനിപ്പോൾ കൈ ലൈനിങ് ഇല്ലാതെയാണ് തയ്ക്കുന്നത്. ബലൂൺ സ്ലീവ് തയ്ച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ മടക്കിയിട്ട് നമ്മുടെ ബോഡി പാർട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നതിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. 1.5 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അടിഭാഗം ലാസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. ഒരുപാട് വീതി എടുക്കുമ്പോഴേ, അതായത് വണ്ണം അടയാളപ്പെടുത്തുമ്പോൾ ഇങ്ങനെ 1/2 ഇഞ്ച് കൂടി കിടക്കട്ടെ 1/4 ഇഞ്ച് കൂടി കിടക്കട്ടെ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇതിപ്പോൾ നമ്മുടെ എത്ര വേണമെന്ന് വെച്ചാൽ അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ജോയിൻറ്റ് വരണുണ്ട്, അടിഭാഗത്തേക്ക് ജോയിൻറ്റ് വരണുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോൾഡർ നിങ്ങൾ എത്രയാണെന്ന് നോക്കാം. ഇത് 6.5 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. കൈക്കുഴി എന്താ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇതാ ചെസ്റ്റ് വേസ്റ്റൊക്കെ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ. ബോഡിയിൽ നിന്ന് ബോഡിയിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്യുക, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് 8 ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് അളവ് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണ്ടേ കേട്ടോ. വേസ്റ്റ് അളവ് വേണ്ടത് ഇതാ
7 ഇഞ്ചാണ്. ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. അതാ ഇങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. ഈ കോർണർ ഭാഗത്ത് 1.5 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്തതൊക്കെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അടിയിൽ കുറച്ച് കഷ്ണം നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യണമെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തുണി കുറവാണെങ്കിലും അയ്യോ ബോഡി പാർട്ടിന് തികയില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇതേപോലെയൊക്കെ നമുക്ക് ഒന്ന് ജോയിൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ലൈനിങ് അല്ലേ, നല്ല പീസിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ജോയിൻറ്റ് വന്നാലൊന്നും അറിയില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പീസ് ഇതാ ഇവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്. അതായത് അവിടെ തുണി തികഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ കയറി ഇറങ്ങി നിൽക്കണം. അതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കട്ടെ കേട്ടോ, കയറി ഇറങ്ങി നിൽക്കണത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എളുപ്പമാണ് കേട്ടോ നമുക്ക് ഗൗൺ തയ്ക്കാൻ. നമുക്കിപ്പോൾ അറിയാമല്ലോ, പുറത്തൊരു ഗൗൺ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാവും എന്നുള്ളത് തയ്പ്പിക്കണവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഗൗണൊക്കെ നമ്മുടെ മക്കൾക്ക് തയ്ച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് ലൈനിങ് നമുക്ക് നല്ല ഇത്തിരി ഇപ്പോൾ ഇതിപ്പോൾ മസ്ലിൻ്റെ ഒരൊറ്റ പീസല്ലേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് കോട്ടണും കൂടെ ഉണ്ടെങ്കിൽ ബോഡി പാർട്ടിൽ 2 ലൈനിങ് കൊടുക്കാം കേട്ടോ. നമുക്ക് അറ്റാച്ച് ചെയ്ത് എടുത്താൽ മതി. കോട്ടൺ ലൈനിങ് കൂടെ ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇവിടെയാണ് നമുക്ക് ഈ പീസ് വെക്കേണ്ടത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒന്ന് മാറ്റി വെക്കാം. ഈ അളവിൽ ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബോഡി പാർട്ട് ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ആ പീസ് അവിടെ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കണ്ടേ. അതിന് മുമ്പ് നമുക്ക് കൈ വെട്ടണമെന്ന് കണ്ടാലോ. ഞാൻ ആദ്യം ചെറിയ കൈ എടുക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ തുണി അത്യാവശ്യം ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒരു ബലൂൺ സ്ലീവ് ചെയ്യാം. ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ വെച്ച് ബലൂൺ സ്ലീവൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാട്ടോ. ഇത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഒരു ഇത്തിരി ചെറിയ കുട്ടികൾക്കൊക്കെ വലിയ ആൾക്കാർക്കും ഇടാൻ പറ്റിയ ഡിസൈനാണ്. ഞാനിപ്പോൾ എന്തായാലും ഇതിങ്ങനെ 2ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി കൈനീളം എത്ര വേണമെന്ന് നോക്കാം. ഞാനൊരു 14 ഇഞ്ചാണ് കൈനീളം എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അത് മാർക്ക് ചെയ്യേണ്ടത്. ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ മെറ്റീരിയൽ വെട്ടാൻ ഇച്ചിരി പാടാട്ടോ. അപ്പോൾ അങ്ങനെ വെട്ടാൻ പാടുള്ളൂ. മേശപ്പുറത്ത് മാത്രമായിട്ട് ഇടരുത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡും അതേ അളന്നിട്ട് 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത്തിരി വീതി കൂട്ടി എടുത്തേക്കാണ് ചുരുക്കിടാനായിട്ട്. താഴ്ഭാഗത്തും വീതി കൂടുതലാണ് കേട്ടോ. അവിടെയൊക്കെ ചുരുക്കിട്ട് നമുക്ക് അടിച്ചെടുക്കാം. എളുപ്പത്തിൽ ചെയ്യണതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ ചെയ്യുമ്പോഴേ നമ്മൾ ഈ സൺമൈക്കുള്ള മേശപ്പുറത്തൊക്കെ ഇട്ടിട്ട് വെട്ടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടേബിളിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ തുണി ഇട്ടിട്ട് വെട്ടിയെടുക്കുക കേട്ടോ. ഇപ്പോൾ സാരി വെട്ടിയൊക്കെ ചെയ്യുമ്പോഴേ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് അത് കിടക്കും, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാ കൈയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഞാൻ ക്യാൻവാസ് കൊണ്ടുവരാൻ ഇപ്പോഴും മറന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബോഡി പാർട്ടിൽ ഇതാ ഇങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായില്ല. അത് തിരിഞ്ഞു പോകരുത് കേട്ടോ. വെക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ വെക്കുക. അതായത് ഇങ്ങനെ അടിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൽ വെക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ അത് തെറ്റിപ്പോവരുത്. തെറ്റിപ്പോവാതെ ഇതേപോലെ വെച്ച് കൊടുക്കുക. നൂലിടാൻ പോയതായിരുന്നു കേട്ടോ. ഞാൻ നൂലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. തിരിഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ ഒരു പീസിൽ ഇപ്പോൾ അടിയിലല്ലേ വെച്ചത്, അടുത്ത പീസിൽ വെക്കുമ്പോൾ കുഞ്ഞു പീസ് മുകളിൽ വെക്കണം കേട്ടോ. അപ്പോൾ അത് ഒരേ രീതിയിൽ തന്നെ വരും, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് വരും. എന്തായാലും ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്യുമ്പോൾ അതിനൊരു താളം ഉണ്ടല്ലോ, ആ താളത്തിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതായി ഈ കഷ്ണം നമുക്കൊന്ന് ഇങ്ങനെ അടിച്ചതിന് ശേഷം അതൊന്ന് പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് അവിടെ ഇരുന്നോളും. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഭാഗം ഒന്ന് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറയണേക്കെ മനസ്സിലാവണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഒരു നമ്പർ വെച്ചേക്കാം, എൻ്റെ നമ്പറാണ്. എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് തയ്യൽ ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ സുഖമായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ ഇപ്പുറത്തെ സൈഡ് ഫുള്ളായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആ കഷ്ണം വെച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്കി ഇട്ടിട്ട് അതേ അളവിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോഴേ ചിലപ്പോൾ കുറച്ചൊരു കൂടുതലൊക്കെ വന്നേക്കണുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ആവും. അപ്പോൾ കൈക്കുഴിയുടെ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. മോൾ ഭാഗത്തും കണ്ട കുറച്ചൊരു ആ തുമ്പ് ഇങ്ങനെ ചാടി വന്നേക്കണം, അതും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ജോയിൻറ്റ് വെച്ചെന്ന് നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ. ലൈനിങ് ആണ് കേട്ടോ, ലൈനിങ്ങിലാണ് ജോയിൻറ്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നല്ല പീസ് ഇതിലേക്ക് വെച്ച് പിടിപ്പിക്കണം. നിങ്ങളൊന്ന് തുന്നി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ മുട്ടുസൂചി വെച്ച് കുത്തി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇച്ചിരി പാടാണ് കേട്ടോ അത് ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് ബാഗ് പോലെ വരാതെ, അതായത് ഈ നല്ല പീസ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാത്ത വിധം നമുക്ക് ചെയ്യാം. അപ്പോൾ ആ വര പുറത്താവുന്ന രീതിയിലാണ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ബോഡി പാർട്ടിൻ്റെ വര പുറത്താവുന്ന രീതിയിൽ ഇതാ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഉടുപ്പ് കാണാനായിട്ട്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സാരി വെച്ചിട്ട് ഒരു ലൈനിങ് തുണി മാത്രം എടുക്കുക. ലൈനിങ് തുണി എടുക്കുമ്പോൾ ക്രേപ്പ് ലൈനിങ്ങും എടുക്കണം. സാരിക്കൊക്കെ ആണെങ്കിൽ സാറ്റിന് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഈ മെറ്റീരിയലും സാറ്റിനും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് പിടിച്ചാൽ കിട്ടൂല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴുകിയും തെന്നിയൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, ഞാൻ ആ ലൈനിങ് പിടിപ്പിക്കാൻ അടിയിൽ നിന്നാണ് കേട്ടോ പിടിപ്പിക്കുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് പിടിപ്പിച്ചിട്ട് കൂടുതൽ വരണ വശം മുകളിലേക്ക് ഇങ്ങനെ കുറച്ചൊന്ന് തടവി കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊട്ടും ചുളിവ് വീഴരുത്. മുമ്പുണ്ടല്ലോ നമ്മൾ ഫസ്റ്റൊക്കെ തയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ലൈനിങ് വെച്ചിട്ടൊക്കെ തയ്ക്കും. അപ്പോൾ നല്ല തിക്കായിട്ടൊക്കെ ഇരിക്കും. പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. സ്പോഞ്ചൊക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. എന്താ ലൈനിങ് മാത്രമേ, ഇതിൻ്റെ ഇടയിൽ കോട്ടൺ ലൈനിങ് കൂടെ ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് സുഖമാണ് കേട്ടോ. നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വേർപ്പ് പിടിച്ചെടുക്കുമല്ലോ. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോഴേ നല്ലതായിരിക്കും. അപ്പോൾ അതാ ഇങ്ങനെ നമുക്കൊന്ന് പതുക്കെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് സ്നേഹത്തോടെ പെരുമാറി നമുക്കൊന്ന് അടിച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ലൈനിങ് ഒക്കെ പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം ഫ്രണ്ടിൽ. അപ്പോൾ ഈ വരച്ച പീസ് ഫ്രണ്ട് ആക്കണം കേട്ടോ, ഒരേപോലത്തെ ആണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് കൈക്കുഴി കുഴിച്ച് വെട്ടാം. കറക്റ്റായിട്ട് ഇടുകയാണ് കേട്ടോ. ഈ ലൈനിങ് പിടിപ്പിച്ചതിന് ശേഷം കൈക്കുഴി കുഴിച്ച് വെട്ടണം. എന്താ വെച്ചാൽ ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ. അതിൽ ഒറ്റക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇഷ്ടത്തിന് വരില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ലൈനിങ്ങിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്കിങ്ങനെ കൈക്കുഴി കുഴിച്ച് വെട്ടാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതാ ആ മാർക്കിങ് വരെയാണ് കേട്ടോ വെട്ടണത്. ഇത് മാത്രമായിട്ട് വെട്ടുമ്പോൾ ഇത്ര നീറ്റായിട്ട് വരില്ല. ലൈനിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വരും. ഇനി നമുക്ക് കഴുത്തകലം നോക്കണം. അപ്പോൾ ഞാൻ കഴുത്തിൽ വെക്കാൻ വേണ്ടിയിട്ടേ ആ വെട്ടേഷനൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതാ സ്കേർട്ട് പാർട്ടിൻ്റെ മുകളിൽ ഇട്ടില്ലേ. അപ്പോൾ ക്യാൻവാസ് ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ ഈ പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കണം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് അടിപ്പീസ്. എന്നിട്ട് ഇതാ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം വീനക്ക് ചെയ്യാമെന്നാണ് കരുതിയത്. പിന്നെ ഞാൻ കരുതി എപ്പോഴും ഈ വീനക്കും ഓവൽ ഷേപ്പും ഒക്കെ അല്ലേ ചെയ്യണത്, ഇത് നമുക്കൊരു സ്ക്വയർ ഇട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. സ്ക്വയർ നെക്ക് വരക്കുമ്പോൾ നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ വരക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒരു 1/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 3 ഇഞ്ചാണ് നമുക്ക് വേണ്ടെങ്കിൽ 2.25. ഇപ്പോൾ 3 ഇഞ്ച് വരച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോൾ 2.25 ഞാൻ വരച്ചത്. ഈ വീനക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 3 ഇഞ്ച് തന്നെ വരക്കാം. പിന്നെ ക്യാൻവാസ് ഉണ്ടെങ്കിലും 3 ഇഞ്ച് വരക്കാം കേട്ടോ. ഇനി ഇതാ നോക്കി, ഇങ്ങനെയാണ് വീനക്ക് വരക്കണത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിന് സ്ക്വയർ നെക്ക് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വയർ ആയിട്ട് വരക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് 4.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ക്യാൻവാസ് വെച്ചിട്ട് ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്തിരി ചെറുതാക്കണത്. നെക്ക് തയ്ച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വലുതായിട്ട് വരും കേട്ടോ. അപ്പോൾ അടിയിൽ വെക്കേണ്ട പീസ് നമ്മൾ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ സ്ക്വയർ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല നീറ്റായിട്ട് ചുളിവൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പർ ഉണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെയൊക്കെ ലിസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളി ക്ലാസ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്പർ എടുത്ത് തന്നെ വിളിക്കുക. ഇപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ്സിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപ്പീസിന് കുറച്ച് ഇവിടെ ഇങ്ങനെ തുമ്പൊക്കെ തൂങ്ങിക്കിടക്കണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമുക്ക് വെട്ടി ഒന്ന് ലെവലാക്കി എടുക്കാം. ശരിക്കും ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ തയ്ക്കുമ്പോൾ ക്യാൻവാസ് ഇട്ട് തന്നെ തയ്ക്കണം കേട്ടോ, എന്നാലാണ് അതൊരു സുഖമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരു വീഡിയോ തന്നെ ആക്കണം. എന്താണെന്ന് നിങ്ങളല്ലെങ്കിൽ ചിലരുണ്ടല്ലോ കട്ടിങ് കണ്ടിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് തരുമോ,
എന്നും പറഞ്ഞ് മെസ്സേജ് ഇടും. അവർ സെർച്ച് ചെയ്ത് നോക്കണില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഈ പോർഷനൊന്ന് അടിച്ചെടുക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കട്ട് ചെയ്താറിനെ ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയൽ അത്ര സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അടിപ്പീസ് ഇവിടെ വെച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തെന്നിയൊക്കെ ഇരുന്നാൽ നമ്മൾ അറിയില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടിച്ച് നമ്മൾ ഈ കോർണർ സൈഡ് കട്ട് ചെയ്യൂലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, കോർണർ സൈഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നൂലിൽ കൊള്ളരുതെന്ന് പറയില്ലേ. പക്ഷേ ഞാനിത് കോർണർ സൈഡ് കട്ട് ചെയ്തപ്പോൾ നൂലിൽ കൊണ്ടിട്ടാണ്. എന്നിട്ട് എന്താ സംഭവിക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നോക്കി, കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിപ്പീസ് ഉണ്ടല്ലോ, അടിപ്പീസിൻ്റെ സൈഡൊക്കെ അടിച്ചിട്ട് നമുക്ക് കൈക്കുഴിയൊക്കെ നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അത് വെട്ടിയെടുത്തേക്കണല്ലേ. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്കിങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് ഹെമ്മിങ് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കത് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം കേട്ടോ. എന്തായാലും കഴുത്ത് ഇപ്പോൾ ക്യാൻവാസ് ഉണ്ടെങ്കിലാണെങ്കിലും ഇതേപോലെ അടിപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത്. അതുമ്പോൾ തന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം 4 സൈഡല്ല 3 സൈഡ് നമുക്കിങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മുടെ നെക്കിൽ വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഒത്തിരി പേര് ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയൊക്കെ നമ്മുടെ വീഡിയോ കണ്ടു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്. ഇനി ആ കുഞ്ഞു പീസിൻ്റെ നല്ല വശവും ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അടിച്ചെടുത്തിട്ട് കുത്തി നിർത്തിയിട്ട് നമുക്ക് ആ സൈഡിൽ കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നമുക്ക് തിരിച്ചെടുത്ത് അടിച്ചു പോവാം കേട്ടോ. കഴിഞ്ഞ ദിവസം ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിലെ വീഡിയോയും ഈ യൂട്യൂബിലിടുന്ന വീഡിയോയും ഒന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെയല്ല കേട്ടോ, ക്ലാസ്സിന് വേണ്ടി വീഡിയോ ഞാൻ റെഡിയാക്കി വെച്ചേക്കാണ്. അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല കേട്ടോ. യൂട്യൂബിൽ ഇടുകയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അതായത് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒരു സൈഡ് അടിക്കണ എങ്ങനെയാണ്, അരികടിക്കണ എങ്ങനെയാണ്. ഈ കോർണർ കട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കത്രിക ഇങ്ങനെ അതിൻ്റെ തുമ്പ് ഡാമേജ് ആയി പോയിക്കണ കത്രികേൻ്റെ താഴെ വീണിട്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താലാണ് മുറിയുള്ളൂ. അപ്പോൾ ഞാൻ നല്ലോണം കട്ട് ചെയ്തപ്പോൾ ആ നൂലും ഒന്ന് കട്ടായിപ്പോയി കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ പതിച്ചടിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ആ കുഞ്ഞു പീസ് ഉണ്ടല്ലോ, കുഞ്ഞു പീസിലാണ് നമ്മൾ അടിക്കുന്നത്. ആ മൂലെത്തിയപ്പോൾ കണ്ടോ, അവിടെ ആ നൂല് പൊട്ടിപ്പോയപ്പോൾ തുള വന്നു. അപ്പോൾ ഒന്നുകൂടെ നീറ്റാക്കി അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ആ മൂലെത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് ആ പീസ് അങ്ങ് തിരിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഓരോ മൂല വരുമ്പോഴും നമുക്കങ്ങനെ കുത്തി നിർത്താം. സ്ക്വയറിനൊക്കെ കടിക്കാൻ എളുപ്പമാണ് കേട്ടോ. ക്യാൻവാസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഈസിയാണ് ചെയ്യാനായിട്ട്. പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഈ നെക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇങ്ങനെ പീസ് വെട്ടിയെടുക്കുകയല്ല, ക്രോസ് പീസ് നീളത്തിൽ വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ട് അത് അടിച്ചു കൊണ്ടുവരാം. ജോയിൻ ചെയ്യണ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ കൈക്കുഴിയുടെ അവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയും കൂടെ ഒന്ന് അടിച്ചേക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ഇലക്ഷൻ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഇലക്ഷൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതായത് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ TV-യിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് വീഡിയോ നല്ലോണം വൈകിയത് കേട്ടോ. ഇതും വെട്ടാനൊക്കെ വന്നിരുന്നിട്ട് അത് നോക്കിയിരിക്കുകയായിരുന്നു. എന്തായാലും അതൊക്കെ ഇപ്പോൾ കഴിയാറായിട്ടുണ്ടാവും, വൈകുന്നേരമായല്ലോ. അപ്പോൾ ഞാൻ കഴുത്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇത് ഹെമ്മിങ് ചെയ്താൽ മതി കേട്ടോ, തേച്ചെടുത്തിട്ടൊന്ന് ഹെമ്മിങ് ചെയ്താൽ മതി. അപ്പോൾ നീറ്റായിട്ട് വരും കേട്ടോ. കണ്ടോ, ഓക്കെ ആയില്ലേ? ഇനി ബാക്ക് നെക്ക് ഞാൻ ക്യാൻവാസ് വെച്ചിട്ടില്ല, ക്രോസ് പീസ് വെച്ചാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ക്രോസ് പീസ് വെച്ച് ഇത് എളുപ്പമാണ് കേട്ടോ. ഞാൻ ചെയ്ത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട് അത്. അപ്പം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പണിയും എളുപ്പമായിട്ട് തന്നെ തോന്നും കേട്ടോ. ഇനി ബാക്ക് പീസ് നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് ഷോൾഡറും നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് ബാക്ക് സൈഡിൻ്റെ ആ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ, ഇത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് അടിക്കുക. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഭാഗം, നെക്കിൻ്റെ ആ ഭാഗം നീറ്റായിട്ടിരിക്കും കേട്ടോ. ഇനി ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. കണ്ടോ,
എന്നിട്ട് ഇങ്ങനെ നിവർത്തി വയ്ക്കുക. എന്താ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കെട്ടിട്ടടിക്കാം. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് കെട്ടിട്ടടിക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം കൈ വെക്കണം കേട്ടോ. ഞാൻ സൈഡ് അടിച്ചിട്ടാണ് സാധാരണ കൈ വെക്കാറ്. പക്ഷെ ഞാൻ ഇതിന് ആദ്യം കൈ വെക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബലൂൺ സ്ലീവാണ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ബലൂൺ സ്ലീവ് വെക്കണമെങ്കിൽ എളുപ്പമായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ അപ്പുറം അടിച്ചിട്ട് നമുക്ക് സ്ലീവ് എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആ സ്ലീവ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കാം. റോൾ ഫുട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് ഭാഗം അല്ലെങ്കിൽ സിക്സ് ആക്ക് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ സിക്സ് ആക്കൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അത്ര നേരിയതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇങ്ങനെ അടിച്ച് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മടക്കി വെച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ലോണം നേരിയതായിട്ട് കിട്ടിയിട്ടോ. ഞാൻ പണ്ട് ഉണ്ടല്ലോ ഷോളിൻ്റെ അരികൊക്കെ അടിക്കണം, അതൊന്നും റോൾ ഫുട്ട് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. റോൾ ഫുട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സിക്സ് ആക്ക് മെഷീൻ ഉണ്ടായിരുന്നു. അത് സിക്സ് ആക്ക് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാന്യൂൻ്റെ നമ്മുടെ എംബ്രോയ്ഡറി ചെയ്യുന്ന മെഷീനില്ലേ, അതാണ് സിക്സ് ആക്ക് ചെയ്യണത്. അതുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ. അതിപ്പോൾ ചെയ്യേണ്ടത് അങ്ങനെ നാശമായി കിടക്കുകയാണ്. എന്താണെന്ന് നോക്കിയാൽ ഇങ്ങനെ മടക്കിയിട്ട് ആ തയ്ച്ച ഭാഗം ഒന്നുകൂടെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ല നേരിയതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നേരിയതായിട്ട് കിട്ടിയാലാണ് നമ്മൾ ആ അടിയിൽ എലാസ്റ്റിക് വെക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ മാക്സിമം നമുക്ക് എത്രത്തോളം നേരിയതായിട്ട് അടിക്കാൻ പറ്റുമോ അത്രത്തോളം നേരിയതായിട്ട് അടിച്ചെടുക്കുക. ഇതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ മടക്കി കൊടുക്കുമ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്കൊന്നും ഈ കുഞ്ഞ് സ്പേസ് ആണല്ലോ നമ്മൾ മടക്കണത്. പക്ഷെ ഒന്ന് മടക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മെഷീനിൽ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നമുക്ക് മടക്കി അങ്ങ് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. മൊത്തത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടുപ്പല്ല, ആ കൈയിൻ്റെ തുമ്പ് വശം നീറ്റായിട്ട് വരണേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ റോൾ ഫുട്ട് ഇട്ട് ചെയ്യണ പോലെ അതേ വീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ ഇങ്ങനെ നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെയൊക്കെ വാർഡില്ലേ, നിങ്ങൾ വാർഡെന്നല്ല പറയണത്, ഓരോ സീറ്റല്ലേ, വാർഡ് തിരിച്ചല്ല ലക്ഷ്യം വരണത്. അപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്നത് ഹൈബീഡനാണ്. ഹൈബീഡനും പിന്നെ വേറൊരു ആളുമായിരുന്നു. ഹൈബീഡൻ ജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മെസ്സേജ് വന്നു ഹൈബീഡൻ ജയിച്ചു എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അവിടെയൊക്കെ ആരാണ് ജയിച്ചതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചുമ്മാ ഒരു രസം അറിയാൻ പറ്റും ഏതൊക്കെ സ്ഥലമാണെന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. എന്നാലും നിങ്ങൾ ഏത് സ്ഥലത്തുള്ളതാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ജയിക്കണവരൊക്കെ ജയിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ആ കൈയിൻ്റെ മോൾ ഭാഗത്ത് ഞാനിങ്ങനെ കുഞ്ഞു പ്ലേറ്റ്സ് തള്ളി പ്ലേറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ ഇങ്ങനെ നീറ്റായിട്ട് പ്ലേറ്റ്സ് ഇട്ടിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് എത്തണില്ലെങ്കിൽ നോക്കാം നമുക്ക് കൂടുതൽ എവിടെയാണ് പോയേക്കണത്. അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ കേട്ടോ കുറച്ച് വശത്തെ അവിടെ കൂടുതലായിട്ട് പ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. ആ ഭാഗം നമുക്കൊന്നിങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ കണ്ടോ, എന്നിട്ട് ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കാം. ഇതേപോലെ പിടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇപ്പുറത്തും കൂടെ കുറച്ച് കൂടുതൽ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തികയാണ്ട് പോവരുത്. പിന്നെ കുഞ്ഞു പ്ലേറ്റ്സ് ഇടുക, അല്ലെങ്കിൽ പിന്നെ മുകളിൽ മാത്രം ഇച്ചിരി അതിനേക്കാളും നല്ല ഇങ്ങനെ ഇടുന്നതാട്ടോ. ഇങ്ങനെ ഇടുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടിച്ചു തുടങ്ങാം, അറ്റത്തുനിന്ന് അടിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചടിക്കുമ്പോഴുണ്ടല്ലോ, ഇതിപ്പോൾ വലിച്ചാലും കുഴപ്പമില്ല, എന്നാലും കൈ പിടിപ്പിക്കുമ്പോഴൊന്നും പിടിച്ച് വലിക്കരുത് കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെ കൈവച്ച് വേണമെങ്കിൽ അടിക്കാൻ. ഞാൻ എപ്പോഴും സാധാരണ റൗണ്ടിൽ അടിച്ചെനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ ഈ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ തന്നെ വെക്കണം എന്ന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുടെയാണ് കേട്ടോ ഇത്. ഇങ്ങനെ തന്നെ വെച്ചാലാണ് അവർക്ക് വണ്ണം കൂട്ടാനും കുറക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മെഷീനിലെ നൂല് തീർന്നു, അതാണ് ഞാൻ ഒന്ന് നിർത്തിയത്. അതിന് ശേഷം നൂലൊക്കെ നിറച്ചിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ് കേട്ടോ. നൂല് തീരാന്ന് പറഞ്ഞാൽ അടിയിലെ നൂലേ ഈ ബോബിനിൽ എല്ലാം ബോബിനിൽ നിറച്ച് നൂലായിരിക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് ചുറ്റിയിട്ടാണ് തയ്ക്കാനിരിക്കുന്നത്. വലിച്ച് കളയാൻ തോന്നില്ല നമുക്ക്. എന്തെങ്കിലുമൊക്കെ തയ്ക്കുമ്പോൾ ആ നൂല് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഉള്ള സ്ഥലത്ത് നൂല് ചുറ്റി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കും. അപ്പോൾ ആ കൈ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള കൈയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഭാഗത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ എൻ്റെ ഭാഗത്തേ നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. കുഞ്ഞ് എലാസ്റ്റിക് ഇല്ലേ, ബോബിൻ എലാസ്റ്റിക്. ഇത് ഇങ്ങനെ വലിയ കേട്ടോ. അത് നമുക്ക്
ബോബിനിൽ ചുറ്റിയെടുക്കാം. ഇപ്പോൾ കുഞ്ഞിതായത് കാരണം ഒരു കഷ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ, കൈക്ക് മാത്രം മതിയല്ലോ. അത് നമുക്കിതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഇത്തിരി ടൈറ്റിൽ വലിച്ച് ചുറ്റി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ചുറ്റി എടുത്തിട്ട് നമുക്ക് മെഷീനിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൂചി ഇങ്ങനെ നൂലിങ്ങനെ വലിച്ച് നമ്മൾ ഉടക്കിട്ട് വലിച്ച് പൊക്കൂലേ, അങ്ങനെ പൊക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അടിച്ചാൽ മതി. ഇത് ചെയ്ത് ശീലമില്ലാത്തവർക്ക് ചെയ്യുമ്പോഴേ വലിഞ്ഞു പോണത് പോലെയൊക്കെ തോന്നും. സാധാരണ നൂലിടണ പോലെ തന്നെ ഇടുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ നൂല് വലിച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി. അപ്പോൾ ആ ഇലാസ്റ്റിക് മുകളിലേക്ക് വരും കേട്ടോ. ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഈ സ്ലീവിൻ്റെ ഉണ്ടല്ലോ, നല്ല വശത്താണ് കേട്ടോ അടിക്കുന്നത്. അടിയിൽ ഇലാസ്റ്റിക് വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ വിട്ടിട്ട് നമുക്ക് സ്പേസ്, അതായത് തുമ്പത്ത് നിന്ന് കയറ്റി വെച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വലിയൂ കേട്ടോ. അപ്പോൾ 2 സൈഡ് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് വേണം അത് അടിക്കാനായിട്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഈ കൈ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ കൈയും റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല പൂ പോലെ വന്നിട്ടില്ലേ. അപ്പോൾ കൈൻ്റെ തുമ്പത്ത് ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബലൂൺ സ്ലീവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ കൈയും റെഡിയാക്കിയിട്ട് നമുക്ക് സൈഡ് കൂട്ടണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. സൈഡ് കൂട്ടുമ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. 2 കൈ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പുറത്തും കൈയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ബലൂൺ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി സൈഡ് കൂട്ടുമ്പോൾ കൈക്ക് അളവൊന്നുമില്ല. ആ എൻഡ് ഭാഗത്ത് നിങ്ങളുടെ അടിക്കുക. ബോഡി പാർട്ടിൽ നമ്മൾ പിന്നെ അളവ് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ വരയിലൂടെ അടിക്കുക കേട്ടോ. കൈ എൻഡ് ഭാഗത്തു നിന്ന് അടിച്ച് വരികയാണ്. നമുക്കിപ്പോൾ ഉണ്ടല്ലോ കൈക്ക് അങ്ങനെ ഇങ്ങനത്തെ ലാസ്റ്റിക് ഇടുമ്പോൾ വലിയ അളവ് ഇത്ര ഇഞ്ച് ഇടണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ അത് കനം കുറഞ്ഞ ലാസ്റ്റിക് അല്ലേ. അഥവാ ഇനി നമുക്ക് നല്ല ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിക് ബോബിനിൽ ചുറ്റുമ്പോഴേ ഒന്ന് ടൈറ്റായിട്ട് വലിച്ച് പിടിച്ചൊന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. നോക്കിയേ, നമ്മുടെ വരയിലൂടെ അടിക്കുകയാണ്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് അടിക്കാം കേട്ടോ. അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ സ്കേർട്ട് പാർട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് സ്കേർട്ട് പാർട്ട് നമുക്ക് എടുത്തിട്ട്, അതായത് 2 സൈഡും നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നല്ല വശം പുറത്തേക്ക് ഒന്ന് വെക്കുക. കൈയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കൈയല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. ഈ ബോബിൻ ഇലാസ്റ്റിക്കിന് തീരെ വില കുറവാണ് കേട്ടോ. ഒരു റോളിന് എന്തോ 15 രൂപയറ്റേ ഉള്ളൂ. അതെല്ലായിടത്തും കിട്ടും. എല്ലാ മെഷീനിലും ഇടാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കൈയൊക്കെ ഒന്ന് അടിച്ച് നോക്കുക കേട്ടോ. ഇത് നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സ്കേർട്ട് പാർട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യലാണ്. സ്കേർട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേൾഭാഗത്ത് കട്ട് ചെയ്തില്ലേ, അതിന് സൈഡിൽ കൂടെ കണ്ട, ഇത് മേൾഭാഗത്ത് കട്ട് ചെയ്തത്. ഇതിങ്ങനെ ഞാൻ നല്ല വശം നോക്കുകയാണ് കേട്ടോ. നല്ല വശം നോക്കിയിട്ട് നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ സൈഡിലെ ആ തേരുഭാഗം നമുക്കിങ്ങനെ അടിക്കാം. അപ്പോൾ തേരുഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ നല്ല വശമാണോ ചീത്ത വശമാണോന്ന്. വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല, എന്നാലും ഒരല്പം വ്യത്യാസം ഉണ്ടെങ്കിലും അത് റെഡിയാവാനായിട്ട് ഇതുപോലെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് നീളത്തിൽ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ ലൈനിങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ കുറേ ആദ്യം ഇത് കയറ്റി കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് ആ ലൈനിങ് കയറ്റണം. ചിലർ ഒരു കോട്ടൺ ലൈനും കൂടെ ഇടണമെങ്കിൽ പിന്നെ അത് അതേസമയം 3 മെറ്റീരിയലും കൂടെ ഒപ്പം വെച്ച്, അല്ലെങ്കിൽ 2 മെറ്റീരിയലും കൂടെ ഒപ്പം വെച്ചതിന് ശേഷം അടിച്ചെടുത്തിട്ട് ഒരുമിച്ച് നമുക്ക് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പീസിൻ്റെ സൈഡ് അടിക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിൻ്റെ സൈഡും കൂടെ അടിച്ചെടുത്തിട്ട് നമുക്ക് രണ്ടും കൂടെ ഒപ്പം ചേർത്ത് അടിക്കണം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഉണ്ടല്ലോ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചേക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പീസിൻ്റെ അടിഭാഗം ഞാനിപ്പോൾ മടക്കി അടിക്കണില്ല. അത് നമ്മുടെ റോൾ ഫുട്ട് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാമെന്നാണ് കരുതിയത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴല്ല, നാളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിൻ്റെ അടിഭാഗം മടക്കി അടിക്കുകയാണ് കേട്ടോ. ലൈനിങ് നമ്മൾ 2 ഇഞ്ച് കുറച്ചാണല്ലോ വെട്ടിയിട്ടുള്ളത്. അങ്ങനെ വെട്ടാലേ പിന്നെ തൂങ്ങി കിടക്കൂട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാനപ്പോൾ അത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു നല്ല പീസ് ഇങ്ങോട്ട് മറിച്ചെടുക്കുക. നല്ല പീസിൻ്റെ അകത്തേക്ക് ലൈനിങ് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ലൈനിങ് ആണ്. ലൈനിങ് ഞാൻ നല്ല വശം പുറത്താക്കി മറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മോൾ ഭാഗത്ത് ഇല്ല മുട്ടയുടെ പാട പോലെ ഈ മെറ്റീരിയൽ അത്രയും സോഫ്റ്റ്, അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ രണ്ടിന് സൈഡിൽ സ്റ്റിച്ച് ഉണ്ടല്ലോ
അതായത് രണ്ടും നമ്മളിങ്ങനെ ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ 2 ജോയിൻറ്റും കൂടെ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതിനെ ഇങ്ങനെ വക്ക് പിടിച്ച് വലിക്കാതെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് ബോഡിയിലേക്ക് കയറ്റുമ്പോൾ നല്ല സുഖമായിട്ട് കയറ്റാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ നല്ല പീസ് കയറ്റുക, അതിന് ശേഷം മറ്റേ പീസ് കയറ്റുക, അങ്ങനെ. അപ്പോൾ ഇത് വലിക്കരുത് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം, ഒട്ടും വലിക്കരുത്. ഇതും പ്ലീറ്റ്സ് ഇട്ടിട്ട് അടിക്കുകയാണെങ്കിലേ ഇപ്പോൾ കുറച്ച് ഈ അരവട്ടത്തും കുറച്ചുകൂടെ കൂടുതൽ വെട്ടിയിട്ടാണെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് അടിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്തിരി വലിഞ്ഞാലൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് വലിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ശരിക്കും അറിയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ റെഡിയാക്കി റൗണ്ടിൽ അടിച്ചെടുക്കുക. അതിന് ശേഷം അത് അടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറിച്ചെടുക്കുകയാണ് കേട്ടോ. മറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബോഡി പാർട്ട് കയറ്റി കൊടുക്കണം. ഇങ്ങനെ പിടിച്ച് ബോഡി പാർട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സൈഡിലെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഒരു സൈഡിലെ സ്റ്റിച്ച് വന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു സൈഡിലെ സ്റ്റിച്ചുള്ളൂ കേട്ടോ ഇതിന്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗൗൺ റെഡി ആയിട്ടുണ്ട്. ഗൗൺ റെഡിയായി മാത്രമല്ല, ഒരു 1600 രൂപയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. നിങ്ങൾ എന്തായാലും തയ്ച്ച് നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത്രയും എമൗണ്ടൊക്കെ കൊടുത്ത് തയ്പ്പിക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെയെങ്കിലും തയ്ച്ചെടുക്കാൻ, നിങ്ങളുടെ മക്കളുടെ എങ്കിലും തയ്ച്ചെടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നെറ്റോ അങ്ങനെയുള്ള ഇത്തിരി കുറഞ്ഞ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആവണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ അടിക്കുമ്പോൾ ഇവിടെ നിന്ന് പിടിച്ച് വലിക്കരുത്, ഇങ്ങനെ സമാധാനത്തിലൊന്ന് പിടിച്ച് കൊടുത്താൽ മതി. റൗണ്ടിൽ നമുക്ക് അരവശത്ത് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചെടുക്കുക. സിബ് വെക്കണേ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, വേണമെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം പിന്നീട്. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ ഉടുപ്പ് നല്ല സ്ക്വയറിനൊക്കെ ആയിട്ട് കുഞ്ഞു ബൊമ്മക്ക് ഇട്ടിട്ടൊരു ഭംഗിയില്ല കേട്ടോ. ഇത്രയും വലിയ ഡ്രസ്സ് കുഞ്ഞു ബൊമ്മക്ക് ഇട്ടിട്ട് ഭംഗിയില്ല. അതാണ് ഞാൻ ഈ ബൊമ്മയ്ക്ക് ഇട്ടത്. മറ്റേ ബൊമ്മ ഉണ്ടല്ലോ, നമ്മുടെ എണീറ്റിക്കണ ബൊമ്മ, അത് അഴിച്ചിട്ടേക്കാണ്. ഞാൻ അതിനെയൊക്കെ ശരിയാക്കി എടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ഉടുപ്പ് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുണ്ട്. അടിഭാഗം ഞാൻ അടിച്ചിട്ടില്ല, ഒന്ന് വെട്ടി ലെവൽ ചെയ്തിട്ട് വേണം അടിഭാഗം മടക്കി അടിക്കാനായിട്ട്. അത് റോൾ ഫുട്ട് വെച്ച് അടിക്കാനാണ് കരുതിയേക്കണത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ തയ്യൽ ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള നമ്പറിലൂടെ എന്നെ ഒന്ന് വിളിക്കുക. ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.